ഹലോ ഗൈസ്, ഹോസ്റ്റലിൽ വന്നതിന് ശേഷം എന്നും ബോർഡിയാണ്. അപ്പോൾ ചുമ്മാ ഇരുന്നപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒന്ന് ഫുഡ് കഴിക്കാൻ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 പേരാട്ടോ പോണത്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അവളുമാരെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുവാണ്. ഇതാട്ടോ ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഫ്രണ്ടിലത്തെ റോഡ്. ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു തട്ടുകട ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാനാണ് ഞങ്ങൾ ഈ ഒരുങ്ങി ഇറങ്ങിയേക്കണേ. അങ്ങനെ വർദ്ധാനൊക്കെ പറഞ്ഞ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഞങ്ങൾ മെല്ലെ നടക്കുവാന്നേ. ഈ തട്ടുകടയിലെ ഫുഡാട്ടോ ഞങ്ങൾ എപ്പോഴും മേടിക്കാറ്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡാട്ടോ അവിടുത്തെ. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ തട്ടുകട. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അവർ ഉണ്ടാക്കി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഉണ്ടാക്കി വെച്ച ബജ്ജി കണ്ടപ്പോൾ ഞങ്ങളുടെ കൺട്രോൾ പോയി ഞങ്ങളൊരു പ്ലേറ്റ് പറഞ്ഞു കേട്ടോ. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോയുടെ ബജ്ജി കേട്ടോ ഞങ്ങൾ പറഞ്ഞത്. ഈ ബജ്ജി ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ ഒന്നും ഇല്ല കേട്ടോ ഇതിന്. അത് കഴിഞ്ഞ് കുറച്ചേരം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഹോസ്റ്റലിലോട്ട് ഫുഡ് മേടിച്ചുകൊണ്ട് പോകണമായിരുന്നു. അപ്പോൾ അതിന്റെ ഓർഡർ ഒക്കെ കൊടുത്ത് അവരുണ്ടാക്കണേ നോക്കി വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് സെൽഫീസും വീഡിയോസും ഒക്കെ എടുത്തപ്പോഴേക്കും അവർ ഏറെക്കുറെ ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു. പൊട്ടറ്റോ ബജ്ജി, എഗ് ബജ്ജി, കബാബ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടത് മുളക് ബജ്ജി ആയിരുന്നു. അപ്പോൾ ഞാൻ അണ്ണനോട് മുളക് ബജ്ജി ഉണ്ടാക്കി തരാൻ പറഞ്ഞു. സ്കൂൾ പിള്ളേരൊക്കെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫുഡ് മേടിച്ച് നേരെ ഫ്രൂട്ട്സ് കടയിലോട്ട് പോയി. ഒരു ചെറിയ കടയായിരുന്നു ഇത്. അത്യാവശ്യം ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളുമാർക്ക് തണ്ണിമത്തം വേണമെന്ന് പറഞ്ഞപ്പോൾ അവരത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ വേറൊരു സംഭവം കണ്ടത്. ഈ പശു ഈ കടയിൽ ഓരോ സാധനങ്ങൾ എടുത്ത് തിന്നോണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഓറഞ്ചൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് മെല്ലെ ഇറങ്ങി നടന്നു. പിന്നെ വഴിയിലെത്തിയപ്പോൾ സാധനത്തിന് വെയിറ്റ് കൂടുതലാന്ന് പറഞ്ഞ അവളുമാർ മേടിച്ച സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ മെല്ലെ നടന്നു. പിന്നെ വിചാരിച്ച് മേടിച്ച് വെച്ച ബജ്ജി കഴിക്കാമെന്ന്. അപ്പോൾ ഇതേ പൊട്ടറ്റോ ബജ്ജി കേട്ടോ അവൾ കഴിക്കണം. അപ്പോൾ ഇത് എഗ് ബജ്ജിയാണ്. അപ്പോൾ ഞാൻ മേടിച്ച മുളക് ബജ്ജിയായിരുന്നു. അപ്പോൾ നടന്നുകൊണ്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇത് ഇവിടെ വന്നിരുന്നു. ഇത് ആരുടെ കടയാണെന്ന് അറിയത്തില്ല, പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ബജ്ജിയൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ നടക്കാമെന്ന് വിചാരിച്ചു. സാധനത്തിന് വെയിറ്റ് കാരണം ഞങ്ങൾ 2 പേരാട്ടോ ഒരു കവർ പിടിച്ചുകൊണ്ട് നടന്നത്. അങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോൾ ജ്യൂസ് കുടിക്കാന്ന് വെച്ചൊരു കടയിലോട്ട് കയറി. അങ്ങനെ അവിടുന്ന് ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ച് ഞങ്ങൾ പിന്നെയും നടന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് തിരിച്ചെത്തി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ.